ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വിശാൽ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടു കാണും. ഏകദേശം 7 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അത്. ആ ചാനലിൻ്റെ ഉടമയായ നമ്മുടെ ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയോളമായി യാതൊരു വീഡിയോയും അദ്ദേഹത്തിൻ്റെ ചാനലിലോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലോ ഒന്നും തന്നെ കാണുന്നില്ല. മലയാളികളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ അവരുടെ അങ്കലാപ്പുകളെല്ലാം തന്നെ രേഖപ്പെടുത്തുകയും എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്നറിയാത്തതുള്ള വിഷമവും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേർ കമൻറ്റുമായി രംഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കും അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ താഴെ എന്താണ് എന്ന ആകാംക്ഷ അറിയാൻ വേണ്ടി നമ്മളും പോയി തിരഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അദ്ദേഹം ഏകദേശം ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഏകദേശം 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ ഇസ്ലാമികപരമായ കണ്ടൻറ്റുകളും അതുപോലെ തന്നെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ നല്ല നല്ല മോട്ടിവേഷൻ സ്പീച്ചുകൾ അടങ്ങിയ ഒരുപാട് നല്ല വീഡിയോകൾ, ഏകദേശം 1000കണക്കിന് വീഡിയോകൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചാനൽ നമുക്ക് പോയി കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ അത് ഒന്നും തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അദ്ദേഹം ഒരു മോട്ടിവേറ്ററാണ്, അദ്ദേഹം ഒരു സ്കൂൾ മാഷാണ്, അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ തീർച്ചയായിട്ടും നമ്മൾക്കും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷമാണ് ഞാനിപ്പോൾ അടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഷംനാസ് ഷഹീദ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിനെ പറ്റി ഒരു വീഡിയോ ഞാൻ കണ്ടത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു ആശങ്കക്കൊടുവിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തിരഞ്ഞപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവസാനം അദ്ദേഹം പങ്കുവെച്ച ആ പോസ്റ്റിൻ്റെ താഴെ ഒരു ചാനലിൻ്റെ പേര് TV21 എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനോട് കൂടി ഒരു കുറിപ്പ് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പോലീസ് അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനമായി കിട്ടിയ വിവരം. അദ്ദേഹം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഏതോ ഒരു വീഡിയോ ചെയ്തു എന്നും അതിനെതിരെ ഹൈക്കോടതിയിൽ പോയതിനു ശേഷം ജാമ്യം കിട്ടാത്ത കുറ്റമായതുകൊണ്ട് ജാമ്യം നിഷേധിക്കുകയും അതിനുശേഷം കോടതി അദ്ദേഹത്തിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ഇപ്പോൾ ഒളിവിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡിൽ വെച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ ഇട്ട ആ പോസ്റ്റിംഗ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും. TV21 എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ചില കുറിപ്പുകൾ കാണാൻ സാധിച്ചു. ആ കുറിപ്പിങ്ങനെയാണ്: ഫക്രുദ്ദീൻ പന്താവൂർ അറസ്റ്റിൽ, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സ്പെഷ്യൽ കോടതി. മലപ്പുറം, യുവതിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഫക്രുദ്ദീൻ പന്താവൂർ അറസ്റ്റിൽ. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച പ്രതി ഒളിവിൽ കഴിയവെയാണ് തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതി പല ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ അയച്ചു നൽകിയിട്ടുണ്ട് എന്നും അതിൽ അന്വേഷണം നടക്കുകയാണ് എന്നും പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എറണാകുളം ജില്ലാ ജയിലിലാണ് പ്രതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അതിൽ വളരെ വ്യക്തമായി അദ്ദേഹം കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുകയും അതുപോലെ തന്നെ അതിനെതിരെ വീഡിയോ ചെയ്യുകയും ചെയ്തതിനെതിരെ ആ സ്ത്രീ കൊടുത്ത പരാതിയിലാണ് ഒളിവിലായിരുന്ന ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഏകദേശം 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫക്രുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ യാതൊരു വീഡിയോയും യാതൊരു വിവരവും ഇല്ലാത്തത് എന്നാണ് നമുക്ക് ഇപ്പോൾ വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു ചാനലായിരുന്നു അദ്ദേഹത്തിന്. എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്, എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്, ഏത് വീഡിയോയിലാണ് അദ്ദേഹം സ്ത്രീത്വത്തെ അപമാനിച്ചത് എന്ന് ഒന്നും തന്നെ നമുക്ക് വ്യക്തമായി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും അദ്ദേഹം അറസ്റ്റിലാണ് എന്ന് തെളിയിക്കുന്ന ഏതാനും വീഡിയോ ചിത്രങ്ങൾ അതും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന വ്യക്തി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ 100% നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും അത് ഫക്രുദ്ദീൻ പന്താവൂർ തന്നെയാണ്. അദ്ദേഹം ഒരു മാസ്ക് കൊണ്ട് അദ്ദേഹത്തിൻ്റെ
മുഖം മറച്ചിട്ടുണ്ട്. അതെല്ലാം ക്യാമറയിലും കാണും എന്നുള്ള ഒരു പേടി കൊണ്ടോ എല്ലാവരും അറിയാതിരിക്കാൻ വേണ്ടിയൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. അത് തന്നെയാണ് അദ്ദേഹവും ചെയ്തത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ ഏകദേശം എറണാകുളം ജയിലിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് അവിടെ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തിരക്കിയാൽ അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് കണ്ടന്റുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ത്രീത്വത്തെ ഉദ്ദേശിച്ച് കണ്ടന്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ സമൂഹത്തിൽ അവരോട് നമ്മൾ പറയുന്ന ഭാഷ തീർച്ചയായിട്ടും ഉച്ചാരണ ശുദ്ധിയോടും അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് അതുപോലെ കേരളത്തിൽ ഇപ്പോഴുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ അഭിപ്രായ പ്രകടനവും അതുപോലെ തന്നെ വിമർശനങ്ങളുമായിരിക്കണം നിങ്ങൾ എപ്പോഴും ഉന്നയിക്കേണ്ടത്. യൂട്യൂബ് ചാനൽ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ശ്രദ്ധയ്ക്കായിട്ട് നമ്മൾ പറയുകയാണ്, നമ്മൾ ചെയ്യുന്ന വിമർശനങ്ങൾ തീർച്ചയായിട്ടും സതുദ്ദേശപരമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സ്ത്രീകളെ നമ്മൾ അഭിപ്രായങ്ങൾ പറയാൻ ഇന്ന് ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും ഒരു പൗരാവകാശം എന്ന നിലയ്ക്ക് അഭിപ്രായം പറയാനും അത് പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് മൗലികാവകാശമായിട്ട് തന്നെ നമുക്ക് തരുന്നുണ്ട്. ആ മൗലികാവകാശം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അധികാരത്തിൽ കൈകടത്തുക എന്നതല്ല ആ മൗലികാവകാശം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അവകാശം മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമുക്ക് വിമർശനമാവാം, നമുക്ക് ഇന്ത്യ പ്രധാനമന്ത്രിയെ വിമർശിക്കാം, നമുക്ക് നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ വേണേൽ വിമർശിക്കാം, നമുക്ക് ആരെയും വിമർശിക്കാം. ആ വിമർശനങ്ങൾ ഒരു പരിധി കടന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിക്കുന്ന രീതിയിൽ ആയിപ്പോയാൽ അപ്പോൾ കോടതി അതിനെ ഇടപെടുകയും അത്തരം സാഹചര്യത്തിൽ ഇത്തരം അറസ്റ്റുകളും അതുപോലെ തന്നെ ജയിൽ വാസവും എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മൾ സ്ത്രീകളുടെ ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യത എപ്പോഴും നമ്മൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, ഞാൻ പൊതുവേ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത്, ഏത് വീഡിയോയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത് ഒന്നും തന്നെ ഇപ്പോൾ വ്യക്തമല്ല. തീർച്ചയായിട്ടും അദ്ദേഹം ആ സ്ത്രീത്വത്തെ അപമാനിച്ചത് മാത്രമല്ല, അത്തരം വീഡിയോ മറ്റ് സമൂഹ മാധ്യമങ്ങളിലേക്ക് വാട്സപ്പ് വഴി ഒരുപാട് ഗ്രൂപ്പിലേക്ക് അദ്ദേഹം അയച്ചു കൊടുത്തു എന്നുള്ള ഒരു ഗുരുതരമായ ഒരു ആക്ഷേപം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനാണ് ഈ അറസ്റ്റ്. അതിൽ തന്നെ ഒരുപാട് വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചേർത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കിട്ടാതെ ഈ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കേസൊക്കെ ആയിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് അത് 14 ദിവസം അകത്ത് കിടക്കേണ്ടി തന്നെ വരും. അത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമ്മൾ നമ്മുടെ ഭാഷകൾ നന്നാക്കണം. നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകൾ മാത്രം നന്നാക്കുമായിരുന്നു. നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മൾ വൈകാരികമായി പ്രതികരിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായി വരും. അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാർ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. ചില സമയത്ത് ഇത്തരം നിയമങ്ങൾ എല്ലാം തന്നെ ദുരുപയോഗം ചെയ്യുന്നതായി നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ചില നിയമങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്തോ കണ്ടില്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടും കാര്യമില്ല. ഏകദേശം അബ്ദുൽ നാസർ മഹദി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഏകദേശം വർഷങ്ങളോളം 10-15 വർഷത്തോളമായി ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹം ചെയ്ത കുറ്റം ഇന്ന് വരെ തെളിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ നിയമത്തിൻ്റെ ചില ലൂഫാൾസുകൾ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതുപോലെ ചില സ്ത്രീകൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കായി അദ്ദേഹം പരാതി കൊടുക്കുകയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പരാതി ഇല്ല എന്ന് പറഞ്ഞ് പിൻവലിച്ച് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞു പോയാലും അത്തരം സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല. അത് നമ്മുടെ നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു കോട്ടമാണ്. എന്നാൽ ഈ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ആ വാർത്ത പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളും വാർത്തയുമായി വരുന്നതായിരിക്കും. ഇപ്പോൾ വിഷ്വൽ മീഡിയ എന്ന് പറയുന്ന ആ ചാനലിലെ നമ്മുടെ അദ്ദേഹം ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഏതായാലും ജയിലിൽ അറസ്റ്റിലായി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് അകത്ത് കിടക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പൂർവാധികം ശക്തിയോടെ 14 ദിവസത്തിന് ശേഷം തിരിച്ചു വന്ന് അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, എന്താണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കി വീണ്ടും ഒരു നല്ല വീഡിയോവുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.